ആറുമാനൂരിലെ ടോമിയുടെ ബാംബു കൃഷി 100 മേനിയിലേക്ക്. അയർക്കുന്നം ആറുമാനൂർ ഇല്ലത്തുപറമ്പിൽ ടോം ജോർജിന്റെ ബാംബു കൃഷി 100 മേനിയിലേക്ക് എത്തുന്നു. പ്രകൃതി സ്നേഹിയായ ടോമി പാലേക്കർ കൃഷിയുടെ ചുവടുപിടിച്ചാണ് കൃഷി ചെയ്തു പോന്നിരുന്നത്. തന്റെ പുരയിടത്തിൽ പ്രകൃതി കൃഷിയിലൂടെ പൊന്നു വിളയിച്ചെടുത്തിരുന്ന ഈ കർഷകൻ തുടർച്ചയായുള്ള വെള്ളപ്പൊക്ക ഭീഷണി നേരിട്ടതോടെയാണ് ബാംബു കൃഷിയിലേക്ക് ചുവടുമാറ്റിയത്. ഇത് ഞാൻ 2018 വെള്ളപ്പൊക്കത്തിൻ്റെ 17 മൊത്തം ഏത്തവാഴയായിരുന്നു. ഇത് ഇവിടെ ഏത്തവാഴ, അപ്പുറം ഞാലിപ്പൂവിനുമായിരുന്നു. അന്ന് വെള്ളം കയറിയപ്പോൾ ഇത് വാഴ 17 എനിക്കൊരു കൃഷി ഒരു നല്ല സക്സസ് ആയിട്ട് കിട്ടി. ഞാൻ അന്ന് കണ്ടത്തിൽ കൃഷിയില്ലായിരുന്നു. അപ്പം കണ്ടത്തിൽ ഈ കന്നാലി ഇനിയല്ലാത്തൊരു ചപ്പുണ്ടാവുമായിരുന്നു, ഒരു ചെറിയ പൂവുള്ള. അത് പറിച്ച് ഇതിന് പൊതയിട്ട് സൂപ്പർ ആയിട്ട് നല്ല കൊലയായിരുന്നു. ഇപ്പം നമ്മളെ കണ്ട പോലത്തെ മുഴുത്ത കൊലയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ 18 വെള്ളപ്പൊക്കത്തിൽ വാഴ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നോക്കിയപ്പം 2-3 വർഷം മറ്റു കൃഷികളൊക്കെ ആയിട്ട്, ചെറിയ കൃഷികളൊക്കെ ആയിട്ട് നടന്നു. അങ്ങനെ ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു ഇത്, വെള്ളം പൊങ്ങിയാലും പ്രശ്നമില്ലാത്തൊരു കൃഷി. നമ്മളതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പം വേറെ വളവും ചെയ്തില്ലെങ്കിൽ ഇച്ചിരി കോഴിവളം ഇറക്കിയിട്ടാലും ഇത് തന്നെ വളർന്നോളും. ഇതിന് വേറെ ഒരു വളങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കോഴിവളം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും. ഇനിയിപ്പോൾ ഞാൻ ഇച്ചിരി വളങ്ങൾ എന്തെങ്കിലും, കോഴിവളം പോലെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാനുള്ള പ്ലാനിരിക്കും. അതാകുമ്പോൾ പെട്ടെന്നൊരു ഗ്രോത്ത് കിട്ടും. 2 വർഷം മുമ്പ് തന്റെ 2 ഏക്കർ സ്ഥലത്ത് മുളയുടെ തൈകൾ നട്ടപ്പോൾ പലരും പരിഹസിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ തൈകൾ വളർന്ന് മുളങ്കാടുകളായി മാറി. അടുത്ത വർഷത്തോടെ മുറിച്ചു മാറ്റാനും കഴിയും. രാസകീടനാശിനി പ്രയോഗത്തിലൂടെ പ്രകൃതിയെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് കാടിന് സമാനമായ ഒരു പ്രദേശം സൃഷ്ടിച്ചെടുക്കുകയാണ് ഈ കർഷകൻ ചെയ്യുന്നത്. പ്രകൃതിക്കും മനുഷ്യനും ഏറെ ഗുണം ചെയ്യുന്നതാണ് ബാംബു കൃഷിയെന്ന് ഈ കർഷകൻ പറയുന്നു. മണ്ണിൽ ജൈവാംശം വർദ്ധിക്കും, വെള്ളത്തെ പിടിച്ചു നിർത്തും. മറ്റു ചെടികളെ അപേക്ഷിച്ച് ഓക്സിജന്റെ അളവ് 30% അധികം ഭൂമിക്ക് നൽകുന്നു. മണ്ണൊലിപ്പ് തടയുന്നു. പക്ഷികളും പൂമ്പാറ്റകളും ചെറുജീവികളും കുടിയേറി ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നു. കൂടാതെ അന്തരീക്ഷവായുവിലെ വിഷാംശത്തെ വലിച്ചെടുക്കാനുള്ള കഴിവും മുളകൾക്കുണ്ടെന്ന് ടോമി പറയുന്നു. ആദ്യഘട്ടങ്ങളിൽ ഇടവിളയായി മറ്റു കൃഷികളും ചെയ്യാൻ കഴിയും. കൃഷിച്ചെലവ് വളരെ കുറവാണ്. ആദ്യത്തെ കുറെ നാളത്തെ സംരക്ഷണം മതി. ചുവടുപിടിച്ചാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഊണിലും ഉറക്കത്തിലും മുള വളർന്നുകൊണ്ടേയിരിക്കും. മറ്റു ചെടികളെ അപേക്ഷിച്ച് വളർച്ച 4 ഇരട്ടിയാണ്. മറ്റു വിളകൾക്ക് ഓരോ വർഷം കഴിയുന്തോറും ആദായം കുറയുമ്പോൾ മുളകൾക്ക് കൂടുന്നു. ആദ്യത്തെ മുളയേക്കാൾ വലുതായിരിക്കും അടുത്ത മുളങ്കൂമ്പ്. തലമുറകളോളം ആദായം എടുക്കുകയും ചെയ്യാം. പൂത്തുകഴിഞ്ഞാൽ വെട്ടിവിൽക്കാം. ജോലിക്കാരുടെ ആവശ്യവുമില്ല. പല ഇനങ്ങൾ വെച്ചാൽ എല്ലാ സമയങ്ങളിലും ആദായമുണ്ടാകുമെന്നും ചെറുതിനും വലുതിനുമെല്ലാം ഒരേ വില ലഭിക്കുമെന്നും ഈ കർഷകൻ പറയുന്നു. നമ്മൾ ഏത് കൃഷി ചെയ്താലും ഈ വാഴ, ഉദാഹരണമായിട്ട് വാഴ നട്ടേക്കുന്നു. ഈ കൊല്ലത്തെ ഇന്ന് ഏത് കൃഷിയും ഉൽപ്പാദനം കുറഞ്ഞാണ് വരുന്നത്. അല്ല, അതുപോലെ നമ്മൾ പരിപാലനം ചെയ്യണം. ഒരു തെങ്ങ് നമ്മൾ സ്ഥിരം വളം ഒരേ രീതി കൂടി കൊടുത്തില്ലെങ്കിൽ ഉൽപ്പാദനം കുറഞ്ഞു വരുള്ളൂ. മിക്കവാറും എല്ലാ കൃഷിക്കും പ്രൊഡക്ഷൻ കുറഞ്ഞാൽ വരുന്നത്. രണ്ടാമത്തെ ഇത് വരുമ്പോഴത്തേക്കും വാഴയില വിത്ത് വരുമ്പോൾ ഒരു 2-ാം വർഷം കുഴപ്പമില്ല, 3-ാം വർഷം ആകുമ്പോൾ കുറയും. പക്ഷേ ഇതിന് ഗുണം എന്നാന്ന് പറഞ്ഞാൽ ഇതിന് ഓരോ വർഷം ഷൂട്ട് കൂടിയേ വരുള്ളൂ. അത് പൂക്കുന്നിടം വരെ ഈ കൊല്ലം 5 പുതിയ ഷൂട്ടുകൾ ഉണ്ടായെങ്കിൽ അടുത്ത കൊല്ലം അത് 10 ആവും. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ നമ്മുടെ ഊണിലും ഉറക്കത്തിലും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനം മുളയായിക്കോട്ടെ, ഇതിന് കേടില്ല. 100 നട്ടാൽ 100 ചെടിയും കാണും. ഇപ്പോൾ ഒരെണ്ണം മണ്ണം കുറഞ്ഞ് പോയെന്ന് എഴുതിക്കൊണ്ട് ഇത് നമുക്ക് വില കിട്ടാൻ വരുന്നില്ല. ഇത് സെക്കൻഡ് ഗ്രേഡ് ആകുന്നില്ല. മറ്റേ നെല്ലിന് പതിരായി, അവിടെയായി, ഇതായി, വാഴക്കൊലയല്ലേ സെക്കൻഡായി, അല്ലെ ഒടിഞ്ഞു പോയി. ഇതിപ്പം ഒടിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. കാലാവസ്ഥയുടെ പ്രശ്നമില്ല. വെള്ളം പൊങ്ങിയാലും പ്രശ്നമില്ല. വരൾച്ച ഇച്ചിരി കൂടിയാലും പ്രശ്നമില്ല. അതിന് ഇവിടെ വെള്ളത്തിന് ക്ഷാമമൊന്നുമില്ല. ഇവിടെ വെള്ളം കൂടുതലെന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും അനുഗ്രഹം എന്ന് പറയുന്നത് മഴയാണ്, ശാപം എന്ന് പറയുന്നതും അതാണ്. വെള്ളൂർ ന്യൂസ് പ്രിന്റുകാർ മുള സ്ഥലത്തെത്തി കൊണ്ടുപോകും. മുളകൾ പല ഇനങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ മുള്ളുമുള അഥവാ കല്ലൻമുളയും ന്യൂട്ടൺ, ടുൾഡ എന്നീ ഇനങ്ങളുമാണ് ഇവിടെ കൂടുതലായി കൃഷി ചെയ്യുന്നത്. ഞാനിപ്പോൾ ന്യൂട്ടൺ എന്ന് പറഞ്ഞാണ് കൂടുതൽ സൈഡിക്കടയിലാക്കിയേക്കുന്നത്. പിന്നെ ടുൾഡ ഒരു കുറേ എണ്ണം ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആനമുള കുറച്ച് നടാനുള്ള പ്ലാനിൽ നിൽക്കുകയാണ്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആനമുള, ന്യൂട്ടൺ, ടുൾഡ ഇതെല്ലാം കുഴപ്പമില്ല. നമ്മുടെ ഇവിടുത്തെ ആ ഓരോ കാലാവസ്ഥ അനുസരിച്ച് ഏറ്റവും ഗ്രോത്തുള്ള. പിന്നെ കല്ലനെല്ലി കുഴപ്പമില്ല. ഈ പറഞ്ഞ രീതിയിൽ നമ്മളതിൻ്റെ മുള്ള് കൺട്രോൾ ചെയ്ത് വളർത്തുവാണെങ്കിൽ സക്സസ് ആണ്.
കൃഷികൾക്ക് വളമായി നാടൻ പശുക്കളായ ചെറുവള്ളിയും വെച്ചൂർ പശുവും ഇവിടെയുണ്ട്. 6 ഏക്കറോളം നെൽപ്പാടമുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യമില്ലാത്തതിനാൽ കൃഷി നടക്കുന്നില്ല. കരിമ്പും കൃഷി ചെയ്യുന്നുണ്ട്. മുളകൾക്കിടയിലെ വാഴക്കൃഷിയിലൂടെ നല്ല വരുമാനം അധികമായി ലഭിക്കുന്നുണ്ടെന്നും ടോമി പറയുന്നു. വിളവർദ്ധനവനായി തേനീച്ച കൃഷിയും കൃഷിസ്ഥലത്തുണ്ട്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ ഏറ്റുമാനൂർ യൂണിറ്റിനെ അംഗം കൂടിയായ ടോമിക്ക് ഭാര്യയും എഞ്ചിനീയർമാരായ 3 മക്കളുമുണ്ട്.